ഹലോ മക്കളെ, അഖിൽനാമസ് ആണ്. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് എല്ലാവർക്കും പേപ്പേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ചില മക്കൾക്കൊക്കെ ഇപ്പോൾ റിഗ്രറ്റ് തോന്നുന്നുണ്ടാവും, അന്ന് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു എന്നുള്ളത്. ഇനി ചില മക്കളാണെങ്കിൽ ഹാപ്പി ആയിരിക്കും, വിചാരിച്ച മാർക്ക് കിട്ടി അല്ലെങ്കിൽ പാസ് ആയല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണം എക്സാം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ വരാനുള്ളത് ക്രിസ്മസ് എക്സാമിനേഷൻ ആണ്. ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമിലേക്കും പബ്ലിക് എക്സാമിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനെ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ക്രിസ്മസ് എക്സാമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇനി എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. ഇനി നമ്മുടെ എക്കണോമിക്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എക്കണോമിക്സിൽ ഓണം എക്സാമിന് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ മൈക്രോ എക്കണോമിക്സിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് മാത്രമേ എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ 2 ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിലെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സും എക്സാമിന് വരുന്നുണ്ട്. അതായത് ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫസ്റ്റ് ടേമിൽ ആ 3 ചാപ്റ്റേഴ്സ് കൂടി ഉണ്ടാവും. അപ്പോൾ ക്രിസ്മസ് എക്സാം കഴിയുമ്പോഴേക്കും നമ്മുടെ മൈക്രോ എക്കണോമിക്സ് അവിടെ തീരുകയാണ്. മൈക്രോ എക്കണോമിക്സിൽ 5 ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ച് തീർക്കുകയാണ്. പിന്നെ മാക്രോ എക്കണോമിക്സിലെ 4 ചാപ്റ്റേഴ്സാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇനിയുള്ളത് നമുക്കറിയാം, നമ്മുടെ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ചാപ്റ്റർ ഏകദേശം 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം ചെറിയ ചാപ്റ്റർ ആണെങ്കിലും 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ചെറിയ ചാപ്റ്റർ ആണ്, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ഇനി പഠിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഏകദേശം 12 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്, നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പോലെ തന്നെ. പിന്നെ നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ മണി ആൻഡ് ബാങ്കിങ് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്, ഏകദേശം 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ നമ്മുടെ ഇൻകം ഡിറ്റർമിനേഷൻ ഏകദേശം 7 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇനി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി നമുക്കുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ നമുക്ക് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ചില മക്കൾ ആലോചിക്കുന്നുണ്ടാവും, ഈ ക്രിസ്മസ് എക്സാമിന്റെ മാർക്കൊന്നും എവിടെ എടുക്കില്ലല്ലോ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ലല്ലോ, പബ്ലിക് എക്സാമിലേക്ക് പഠിച്ചാൽ പോരേ എന്നുള്ളത്. പക്ഷേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നമുക്ക് അധികം വൈകാതെ തന്നെ വരാനുള്ള മോഡൽ എക്സാമിന് പിന്നെ ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സും കൂടി 11 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒറ്റ ഇരിപ്പിന് പഠിച്ചു തീർക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ ഈ 2 മാസം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ആ 9 ചാപ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് ഒരു നല്ല ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് പഠിച്ചു തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ട എല്ലാ സ്റ്റഡി സപ്പോർട്ടും തന്നുകൊണ്ട് സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സൈലത്തിന്റെ യുവ ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ചാപ്റ്റർ വൈസ് എക്സാംസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഇങ്ങനെ ഇത്രയധികം ഫീച്ചേഴ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ക്രിസ്മസ് എക്സാമിന് നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ സൈലം +2 കൊമേഴ്സ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.